അടുത്തതായിട്ട് നമ്മൾ സ്റ്റാർ ആൻഡ് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നേരത്തെ നമ്മള് രണ്ടോ അതിലധികമോ ടേബിൾസ് തമ്മിൽ എങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് അത് ചെയ്യുന്ന ഒരു മെത്തേഡ് മീൻസ് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അങ്ങനെ അതിന് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാർ പോലെ കിട്ടും. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ സ്റ്റാർ സ്കീമ എന്ന് പറയുമ്പം അതൊരു സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡാറ്റ മോഡൽ ആണ്. ഓക്കെ, ഇതില് ഒരു ഫാക്ട് ടേബിൾ ഉണ്ടാവും. ഇവിടെ ഫാക്ട് ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽസ് ഡാറ്റയാണ്. ഒരു ഫാക്ട് ടേബിളും അതുപോലെ അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് കുറെ ഡൈമെൻഷൻ ടേബിൾസ് ഉണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് റിലേറ്റ് ചെയ്ത് കുറച്ച് ഡൈമെൻഷൻ ടേബിൾ. ഇപ്പൊ ഇവിടെ സെയിൽസ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഫാക്ട് ടേബിളും അതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ടേബിൾസ് എന്താ, ഡൈമെൻഷൻ ടേബിൾസും ആണ്. ഓക്കെ, വേറെ കണക്ഷൻസ് അവിടെ വന്നിട്ടില്ല. ഫാക്ട് ടേബിളിൽ നിന്ന് മാത്രമേ അവിടെ ഓരോ മറ്റു ടേബിൾസിലേക്ക് കണക്ഷൻ പോയിട്ടുള്ളൂ. അപ്പൊ ഇതിനെയാണ് സ്റ്റാർ സ്കീമ എന്ന് പറയുന്നത്. ഇനി സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത് സ്റ്റാർ സ്കീമയുടെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാൻ വേണമെങ്കിൽ. ഇതിലെന്താ, ഡൈമെൻഷൻസ് കൂടിക്കൂടി വരും. ഇപ്പം സെയിൽസ് ഡാറ്റയിൽ നിന്ന് ഒരെണ്ണം കണക്ട് ചെയ്തു, പ്രൊഡക്റ്റ് ലുക്കപ്പിലേക്ക് കണക്ട് ചെയ്തു, പ്രൊഡക്റ്റ് ലുക്കപ്പിൽ നിന്ന് വേറെ ടേബിളിലേക്ക് കണക്ട് ചെയ്തു, അതിൽ നിന്ന് എന്താ പ്രൊഡക്റ്റ് കാറ്റഗറിയിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ഷൻ എന്താ കൂടിക്കൂടി വരാം. അതായത് ഡൈമെൻഷൻ ടേബിളിൽ നിന്ന് സബ് ഡൈമെൻഷൻ ടേബിളിലേക്ക് ഇങ്ങനെ കണക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ എന്തായിരുന്നു, ആകെ ഒരു ഫാക്ട് ടേബിളും അതിന് ചുറ്റും എന്താ ഡൈമെൻഷൻ ടേബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോ എന്താ, ഡൈമെൻഷൻ ടേബിളിൽ നിന്ന് വീണ്ടും സബ് ഡൈമെൻഷൻ ആയിട്ട് ഡൈമെൻഷൻ ടേബിൾസ് ആയിട്ട് അത് തിരിഞ്ഞു പോകുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത്.